BC 1000 BC 10-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ അള്ളാഹുവിന്റെ നിയമം വന്നു. എന്താ നിയമം? فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر. അല്ലാഹു യോദ്ധാക്കളെ, അല്ലാഹു ഒരു പുഴ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട്. فمن شرب منه فليس مني. അതിൽ നിന്ന് കുടിച്ചവർക്ക് ഇന്ന് യുദ്ധത്തിന് വരാൻ കഴിയില്ല. ഭക്ഷണവും ഇല്ല, എന്തുമില്ല. ഇങ്ങോട്ട് വെള്ളം മുറിച്ചെടുക്കും വേണം. പുഴ കിടക്കുക, വെള്ളം കുടിക്കാൻ പാടില്ല. إلا من اغترف غرفة بيديه അല്ല بيده. إلا من اغترف غرفة بيده. പറ്റക്കൊല്ലിന് പറ്റിയാൽ إلا من اغترف غرفة بيده. ഒരു കൈ കൊണ്ട് എടുത്തോണം അങ്ങനെ കുടിക്കുക. ഇവര് വെള്ളം മുറിച്ചടന്ന് ജോർദാൻ നദി മുറിച്ച് കിടന്ന് പോവുക. അരി സൈന്യം, താലൂത്തിന്റെ കീഴിലുള്ള സൈന്യം. അതാണ് അൽ ബക്കർ പറഞ്ഞത്. ജോർദാൻ നദി മുറിച്ച് കടന്ന് പോവുക. ആ മുറിച്ച് കടന്ന് പോകുന്ന നേരത്ത് പറ്റക്കുഴഞ്ഞവർക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? ഒരു കൈക്കുമ്പിൾ തന്നെ ഇത്ര പറ്റൂല, ഇത്ര പറ്റൂല. ബിയദൈഹിയല്ല, ഇല്ലാ മൻ ഇഗ്തറഫ ഉർഫതൻ ബിയദിഹി. ഒരു കൈ കൊണ്ട് അണ്ണാ കൊന്ന് നനച്ചാൽ മതിയാവും, അത്ര മതി. പറ്റൂല. ഫലമ്മാ ജാവസൂഹു ഹുവ വല്ലദീന ആമനൂ മഅഹു. എന്ന കുറച്ച് ആളുകൾ വെള്ളം കുടിച്ചു. പുഴ കടന്നപ്പോൾ അവർ താലൂത്തിനോട് പറഞ്ഞു, ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് വയ്യ. അപ്പോൾ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു, അങ്ങോട്ട് കുടിച്ചു. അതുകൊണ്ട് വെള്ളം കുടിച്ചു. നദി വിട്ട് കടന്നപ്പോൾ എത്ര പച്ച മലയാളം പോലെയാണ് ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത്. ഫലമ്മാ ജാവസഹു ഹുവ വല്ലദീന ആമനൂ മഅഹു. താലൂത്തിന്റെ കൂടെ പുഴ കിടന്നപ്പോൾ ഭൂരിഭാഗം സൈനികരും പറഞ്ഞു, ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, ഞങ്ങൾക്ക് ഇന്നൊരു ആരോഗ്യം എടുക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് കഴിയില്ല, വയ്യ, ഞങ്ങളിവിടെ കിടക്കുക. മാട്ടും. അപ്പൊ കുറച്ചാളുകൾ വെള്ളം കുടിച്ചിട്ടില്ല. അള്ളാഹുവിനെ കാണേണ്ടി വരും, അവന്റെ നിയമം പാലിക്കേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കിയ വെള്ളം കുടിക്കാതെ പോകുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു, എന്ത്, നമുക്ക് പോകാം. ഇതിനില്ല, ചെറു ചെറു സംഘങ്ങളാണല്ലെങ്കിലും വലിയ സംഘത്തെ ജയിച്ചത്, നമുക്ക് പോകാം. അവർ പോയി, അവർ ജയിച്ചു. ഒരു അഭിപ്രായ പ്രകാരം ബദരീങ്ങളെ പോന്നിട്ടുള്ളൂ. 70,000 ആളുകൾ പുഴ കടന്നപ്പോൾ പിന്നെ താലൂത്തിന്റെ കൂടെ ഉള്ളത് ബദരീങ്ങളെണ്ണാണ്. അതായത് 300. പുഴ കിടക്കോളം എത്ര ആളുണ്ട്? 70,000. അപ്പുറത്ത് 2 ലക്ഷം. ഗോളിയാത്തിനോട് യുദ്ധത്തിനാണ് ഇവർ പോകുന്നത്. ബൈബിളിലുണ്ട് ഈ സംഭവം. ഗോളിയാത്തിനോട് യുദ്ധത്തിന് പോകുന്ന ഇവർ 70,000, ഗോളിയാത്തിന്റെ പണം 2 ലക്ഷം. യുദ്ധത്തിന് പോവാണ് ഇവർ. പുഴ കിടന്നപ്പോ പിന്നെ എത്രയായി? 303. ബാക്കി അവിടെ പുഴമാട്ടപ്പോ കിടന്നു. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് വയ്യ, നാളെ ആണെങ്കിൽ പോലെ എന്നാവൂല, വയ്യ. വെള്ളം കുടിച്ചു നോക്കുമ്പോൾ ഒരു സുഖം കിട്ടി. എന്നാ അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു? ഓലവിടെ കിടന്നോട്ടെ. നമ്മളതിന് പോലെ കണക്കാക്കണമല്ലോ. നമുക്കിതിൽ മടങ്ങി പോരാൻ വേണ്ടി പോയാൽ ഇക്ക പോലെ ആർക്ക് വേണ്ടി? അല്ല, നമുക്ക് പോവാ. അള്ളാഹു കൂടെ ഉണ്ടെങ്കിൽ ചെറു സംഘവും വലിയ സംഘത്തെ ജയിക്കും. പോവാ. فلما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. അപ്പോൾ അവർ യുദ്ധക്കളത്തിലേക്ക് അടുത്തപ്പോൾ അവർ പറഞ്ഞു, അല്ലാ, ഞങ്ങൾ കുറച്ച് 300 ചില്ലാൻ ആളേ ഉള്ളൂ, അവർ 2 ലക്ഷം. ഇന്ന് ഞങ്ങളെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചത്. അഫ്രിഗ് അലൈനാ സബ്റ, ഞങ്ങൾക്ക് ക്ഷമ നീ ചൊരിച്ചേരണം. കുറച്ചൊന്നും ക്ഷമ പോരാ, ഞങ്ങൾക്ക് എണ്ണമില്ല, ഞങ്ങൾ 300 ചില്ലാൻ ആളേ ഉള്ളൂ, അവരോ 2 ലക്ഷം. അപ്പൊ ഞങ്ങൾ ചരിച്ചേരണം. എന്ത്, കുറച്ചൊന്നും ക്ഷമ തന്നാ പോരാ, ഞങ്ങൾക്ക് നീ ക്ഷമ. അഫ്രിയക്ക് മനസ്സിലായി? അഫ്രിയക്ക് ഞങ്ങൾക്ക് ഒരാൾ വെള്ളം കുടിക്കുന്ന പാത്രത്തിലേക്ക് ഒരാൾ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനാണ് ആ പറഞ്ഞ വാക്ക് ഇഫ്രാഖ്. അഫ്രിയക്ക് ചൊരിച്ചേരണം. അലീന, ഞങ്ങളെ മേൽ സുബ്രൻ, ക്ഷമ. വസബ്ബിത് അഖ്ദാമന, ഞങ്ങളെ കാൽപാദങ്ങളെ ഉറപ്പിച്ചത്. ഇതിനില്ല, ഗോളിയാത്തിന്റെ 2 ലക്ഷമുള്ള സൈന്യത്തെ ഇവരാണ് പരാജയപ്പെടുത്തിയത്. കാരണം ഇവർ
മനസ്സിലാക്കി ഇതൊരു സാമ്പിളായിരിക്കും, ബാക്കി രാജ്യാതി ഉണ്ടാവും. ആദ്യം തന്നെ ദ്വന്ദ്വ യുദ്ധം തുടങ്ങിയത് ജാലൂത്തും ദാവൂദും തമ്മിൽ അലൈഹിസ്സലാം. തമ്മാടിയായ താലൂത്തിനോട് ദ്വന്ദ്വ യുദ്ധത്തിനിറങ്ങിയ ആര്? ദാവൂദ്. അന്ന് ദാവൂദ് നബി അല്ല അലൈഹിസ്സലാം. ദാവൂദിന്റെ കയ്യിൽ എപ്പോഴും ദാവൂദ് ആട്ടിടയന, എപ്പോഴും എന്തുണ്ടാവും? കുറുനരിയെയും കുറുക്കനെയും ഓടിക്കണ ഒരു കവണുണ്ട്. ആ കവണയിൽ കല്ലിടും, കല്ലിട്ട് ചുഴറ്റിയ കൃത്യരിക്കും. അപ്പൊ ദാവൂദ് എന്ത് ചെയ്തു? അലൈഹിസ്സലാം. അന്ന് ദാവൂദ് നബി അല്ല അലൈഹിസ്സലാം. ഈ ഗോളിയാത്തിന് ഇറങ്ങി. ഗോളിയാത്ത് ഭയങ്കര ഫയൽവാനാണ്. ദാവൂദ് വളരെ കസീറുൽ ഖാമ, ചെറിയ മനുഷ്യനാണ്. ഗോളിയാത്തിനൊരു അടിക്ക് തകയില്ല. എന്ത്? ഗോളിയാത്ത് കൈയെടുത്തൊരു ഒറ്റ അടി അടിച്ച തീരുന്ന ആളാണ് ആര്? ദാവൂദ്. പക്ഷെ അള്ളാഹു ദാവൂദിനെ സഹായിച്ചു. വെള്ളം കുടിക്കാതെ പോകുന്നതാണ്. അങ്ങനെ എടുത്ത് ചുറ്റി ഒരൊറ്റ ചത്തു. അപ്പോൾ അവരുടെ സൈന്യം പറഞ്ഞു, അവരെ കൂട്ടത്തിലൊരു കുട്ടിക്ക് എങ്ങനെ കഴിവുണ്ടെങ്കിൽ നമ്മൾ ജീവൻ കളയണ്ട. നമ്മൾ പപ്പന്റെ വലത്തിലാണ് വരുന്നത്. ആര്? ഒരു 100 ആളെ ഒറ്റടിക്ക് തട്ടുന്ന ആളാണ് ആര്? ജാലൂത്ത്. ആ ജാലൂത്തിന്റെ ധൈര്യത്തിൽ നമ്മൾ വന്ന് ഇവര് പാഞ്ഞടിച്ചു. എന്ത്? സമർപ്പിക്കുന്ന ജനതയെ ആര് സഹായിക്കും? അല്ലാഹു. അറബികളെ സഹായിക്കില്ല. അവർ കള്ളപ്പരീക്ഷകളാണ്. അറബികളെ സഹായിക്കില്ല. അറബികൾ മാത്രമാണ് ഇന്ന് മുസ്ലിങ്ങളുടെ ശാപം. അറബികൾ മാത്രമാണ് സുഖലോലുകൾ. അറബികളൊന്നും സഹായിക്കില്ല, അടുത്തും സഹായിക്കില്ല. മഹ്ദി ഇമാം അവരിൽ നിന്നുള്ള പട്ടാളവും ആവൂല. അത് ഷാമികളായിരിക്കും. അവർ ലോകത്ത് മാറ്റം കൊണ്ടുവരും. 21-ാം നൂറ്റാണ്ടിൽ നീതി നടപ്പിലാവുകയാണെങ്കിൽ അത് ഷാമി ജനതയിലേക്ക് മഹ്ദി ഇമാം വരില്ല. അതന്നെ. അല്ല കുട്ടികളെ, ഞാൻ പറയട്ടെ, ഈസാ നബി ഇറങ്ങി വരാൻ മക്കത്ത് കല്ല് നല്ല ബർക്കത്തിൽ എന്നാൽ ഇറങ്ങി. നമ്മളെ മറ്റേ എന്താ അവിടെ ബുർജ് എന്തേലും വലിയ ക്ലോക്ക് ടവർ, അവിടെ നിന്ന് ഷവർമയൊക്കെ തിന്ന്. അപ്പം അച്ഛനെ മുറുക്കുവായി നമ്മളെല്ലാവരും ചെന്ന് നമ്മളെ കൂടുതൽ ഹാജിമാരൊക്കെ പയങ്ങി ഈസാ നബി വന്ന്, അറബികളും വന്നു. നല്ല ഒരു ഫാത്തിഹ വിളിച്ചാൽ ഫാത്തിഹ നമുക്ക് പോവുക. എന്തേ? അങ്ങനെയല്ലല്ലോ. മക്കത്ത് മദീനത്തൊന്നും അല്ലല്ലോ മഹ്ദി ഇമാം ഇറങ്ങാൻ. എന്താ മക്കത്ത് മദീനത്ത് ഇറങ്ങിക്കൂടെ? മഹ്ദി ഇമാം വരുമ്പോൾ മക്കയും മദീനയും തമ്മാടികളായിരിക്കും. അതാ കാരണം. ഇവർ തമ്മാടികളല്ലെങ്കിൽ ആരുടെ തമ്മാടികൾ? ഈ അറബികൾ തമ്മാടികളല്ലെങ്കിൽ ആരുടെ തമ്മാടികൾ? പരിശുദ്ധ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ ബഹുമാനം കെടുത്തില്ലേ ഇന്നലെ? ഷാമികളിലേക്ക് ഇറങ്ങും. കാരണം ഷാമികൾ പോവുകയും ചെയ്യും. എന്തുകൊണ്ട്? മനസ്സിലായില്ല അവർക്ക്. എന്താണ്? ഏതായാലും നിലത്ത് ആട്ടർസിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അത് ഞാൻ പാത്രത്തിലെടുക്കാൻ അറിയാൻ എനിക്കില്ല. അവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ അവർക്ക് വേഗം പോകാം. മനസ്സിലായില്ല? അപ്പോൾ ബാപ്പയും മക്കളും കൂടി കുറച്ച് ആട്ടർച്ചയും പോത്തർച്ചയും കൂടി കിട്ടിയാണ്ട് പാക്ക് ചെയ്യേണ്ട നേരമൊന്നും അവർക്ക് കാരണം ഓരോ കയ്യിൽ ആട്ടർച്ചില്ല, പോത്തർച്ചില്ല. മലപ്പുറത്തൊന്നും ഒരാളെയും കൊണ്ടുപോകില്ല. കാരണം നമ്മൾ ആദ്യം അന്വേഷിക്കാം ഇവിടെ ബീഫ് കിട്ടുമോ. മഹ്ദി ഇമാം മലപ്പുറത്തുനിന്ന് ഒരാളെയും കൊണ്ടുപോകില്ല. ഒരു ജമിയത്തുൽ ഉലമയും കൊണ്ടുപോയില്ല, ജമിയത്തുൽ ഉമറയും കൊണ്ടുപോയില്ല. ഇതാണ് കൊണ്ടുപോകും. ഒരൊന്നും മോശമാണെന്ന് ഈ പറഞ്ഞ മാനല്ല. മഹ്ദി ഇമാമും കൊണ്ടുപോയില്ല. മഹ്ദി ഇമാമും കൊണ്ടുപോകുന്നവർക്ക് വേറൊരു സ്വഭാവമാണ്. ഒന്ന്, അവർ ഹക്കിനെ തിരഞ്ഞെടുക്കണം. 2, അവർ സുഖലോലുപത ഇല്ലാതായിരിക്കണം. സുഖലോലുപനായ ഒരു ജനതയ്ക്ക് ജയിക്കാൻ കഴിയില്ല. അവസാനിപ്പിക്കുകയാണ്. ബദർ ഒരു സുഖലോലുപർക്കെതിരെ സാധുക്കളായ ജനങ്ങൾ നടത്തിയ സമരമാണ്. എന്ത്? ബദർ. അതൊരു സിമ്പലാണ്. ബദർ സിമ്പലാണ്. ബദറിനെ എവിടെയും കൊണ്ടുപോയേക്കാം. ബദറിനെ എവിടെയും കൊണ്ടുപോയി വെക്കാം. 7-ാം നൂറ്റാണ്ടിൽ സ്പെയിനിലേക്ക് വന്ന് താരിഖ് ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്പെയിനിലെ രാജാവ് ബ്രിട്ടനിലേക്ക് ഓടി. എനിക്കൊരു സൈന്യത്തെ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രിട്ടനിലെ രാജാവ് പറഞ്ഞു, നിനക്ക് ഞാൻ കൊട്ടാരം പണിത് തരും, സൗകര്യങ്ങൾ വരും, ഇവിടെ പാർത്തു. ഇപ്പോൾ ഞാൻ അവർക്കെതിരെ നിനക്കൊരു സൈന്യം തന്നാൽ എൻ്റെ സൈന്യത്തെ മുഴുവൻ ഇല്ലാതാക്കലായിരിക്കും എൻ്റെ ദുരന്തഫലം. ഇവിടെ പാർത്തു, നിനക്ക് സന്തോഷം പിടിച്ചെടുക്കും. ബ്രിട്ടനിൽ ഇനി ഒരു കാലം വരും, അവരെ മക്കൾ സുഖലോലുപരാം. അന്ന് നമ്മളെ മക്കൾ തിരിച്ചെടുക്കും. നടന്നു. AD 16-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവ് വന്നിട്ട് 10 ലക്ഷം ആളുകളെയാണ് ഒരൊറ്റ സമയത്ത് വന്നത്. എന്തുകൊണ്ട്?
എന്തുകൊണ്ട്? അപ്പോഴത്തിന് 7-ാം നൂറ്റാണ്ടിൽ വന്ന ജനതയെ 16-ാം നൂറ്റാണ്ടിലാണ് ഫെർഡിനൻഡ് രാജാവ് തിരിച്ചെടുക്കുന്നത്. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അപ്പോഴത്തിന് സ്പെയിനിലെ മുസ്ലിമീങ്ങൾ ആരായി? നമ്മളെ പോലെ തന്നെ മന്തി, കുഴിമന്തി, പിന്നെ എല്ലാവർക്കും ജയിക്കാം. അടിച്ചു തുടച്ചു. ബാക്കിയുള്ളവരെ മുഴുവനും മതം മാറ്റി. ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തം സ്പെയിന്. കാരണം സുഖലോലുപതയാണ്. സുഖലോലുപത കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പഠിച്ചോ എനിക്ക് നേമത്തിരിക്കുന്ന, ഒരിക്കലുമല്ല. പഠിച്ചോ എന്നെ സൂക്ഷിക്കണം, ഒരിക്കലുമല്ല. നമ്മളൊക്കെ ഇപ്പം എന്താ വിചാരിക്കണേ? അള്ളാന്റെ നേമത്തുകൊണ്ടാണ്, അള്ളാന്റെ നേമത്തുകൊണ്ടാണ്, അള്ളാന്റെ നേമത്തുകൊണ്ടാണ്. കുമിഞ്ഞുകൂടുന്നത് അള്ളാന്റെ നേമത്തൊന്നുമല്ല. ഞാൻ പറയാം, പിന്നെ ഇപ്പം പറയാനായിട്ടില്ല, പറയും, ഈ കൊല്ലം പറയും, 2024 പറയും. അപ്പം മനസ്സിലാവും. അറബികളെ എനിക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ഞാൻ അറബികൾക്കെതിരെ പറയുന്നത്. ഈ അറബികളെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല. അതേസമയത്ത് ഷാമികളെ കൊണ്ടുണ്ടാവും. എന്തുകൊണ്ട്? ദാരിദ്ര്യം, കഷ്ടപ്പാട്. ഒരു നാട്ടിൽ ചെന്നാൽ അവരെ ഏറ്റെടുക്കൂല. വഞ്ചിയിൽ പോയിട്ടൊരു നാട്ടിൽ ചെല്ലുമ്പോൾ ആ വഞ്ചി വഞ്ചി കടലിലേക്ക് പിന്നെ ഉന്തിവിടും. ആ ജനതയുടെ കഷ്ടപ്പാടത്തിലിരിക്കും. ഒരു നാട്ടിൽ അഭയം തേടാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരെ ആ വഞ്ചി എവിടുക്കനെ ഉന്തും. മാസക്കണക്കിന് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്? ഒരു കര കാണുന്നത്. ആ കരയിൽ നിൽക്കുന്നവർ അങ്ങോട്ട് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ മാറാപ്പാണ്, ഇങ്ങോട്ട് വരണ്ട. ഈ ഭൂമിയിൽ എവിടെയും അവർക്ക് അഭയമില്ല. ഷാമികൾക്ക് എവിടെ പോയാലും ഉന്തി വിടും. എന്നെങ്കിലും അവർ കര കിട്ടിയാൽ പിന്നെ അവർ ആൺകുട്ടികളാവും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവർക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇത്രയൊരു പാടാണ്. ബദറിൽ പാഠം പഠിച്ചിട്ട് ഒരു യാസീൻ ഓതിയിട്ട് പിന്നെ തിന്നാണ് ഇത്രക്കില്ല. നമുക്ക് പാടല്ല. ഇന്നലെയും തിന്നിരുന്നു. റമദാൻ 17-നും തിന്നൽ തന്നെയാണ്, 17-നും തിന്നൽ തന്നെയാണ്, 18-നും തിന്നൽ തന്നെയാണ്, 19-നും തിന്നൽ തന്നെയാണ്. പാഠം ബദരീങ്ങളാണ്ടൊക്കെ നല്ലതാണ്, പക്ഷെ പാഠം കൂടി പഠിക്കണം. ഈ അവസ്ഥയിൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? സുഖലോലുപത. അവർ ജയിച്ചു, അവരിഞ്ഞും ജയിക്കും. ഏതൊരു ജനതയെ അവരാരായാലും വേണ്ടിയിലാണ്. ഏത് ജനത അള്ളാഹു അല്ല റബ്ബല്ലേ, സഹായിക്കും. അത് മുസ്ലിം ആയിക്കൊള്ളൊന്നുമില്ല, കുടുങ്ങിയോ സഹായിക്കും. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്.